15 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരച്ച ഒരു എക്സാം ആയിരുന്നു 2025 ജെഇ മെയിൻസ് എക്സാം. ആ 15 ലക്ഷത്തിൽ ആദ്യം 100-ലെത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 98-ാം സ്ഥാനവും കേരളത്തിലെ 1ാം റാങ്കും കരസ്ഥമാക്കിയ അക്ഷയ് ബിജു നമ്മളോടൊപ്പം ചേരുകയാണ്. അക്ഷയ്, നമസ്കാരം. അക്ഷയുടെ നാട് എവിടെയാണ്? കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഓക്കെ. അച്ഛനമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിജു, അച്ഛൻ ട്രഷറിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. ഓക്കെ. അമ്മ നിഷ, അമ്മ ആയുർവേദ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. ഓക്കെ. ബ്രില്യൻറ്റിലെ ഏത് കോഴ്സിൻ്റെ ഭാഗമായിരുന്നു? റെസിഡൻഷ്യൽ IIT പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ +1 +2 ഒക്കെ നമ്മുടെ ഈ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ ബ്രില്യൻ്റെ കൂടെയും കൂടെ ആയിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ +2ൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്നു, അതുപോലെ ജെയുടെ എക്സാം എഴുതി കഴിയുന്നു. ലൈക്ക് എങ്ങനെയാണ് ഇതൊന്ന് ബാലൻസ് ചെയ്യുന്നത്? സയൻസും മാത്സും എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നത് തന്നെയാണ് സ്കൂളിൻ്റെ എക്സാമിനും ഉള്ളത്. അതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. ബാക്കി ലാംഗ്വേജും കമ്പ്യൂട്ടർ സയൻസും ഇംഗ്ലീഷും ആയിരുന്നു. അതും വലിയ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഈ സയൻസ് വിഷയങ്ങൾ നമ്മൾ ബ്രില്യൻ്റെ കൂടെ തന്നെ നമുക്ക് +2നും കൂടെ ഉള്ള ഒരു കോച്ചിങ്ങും കൂടെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതെന്നാൽ, ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു ഭാഗമാകുക എന്ന് പറയുമ്പോൾ ഈ മെയിൻ എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതും ഇല്ലേ? അപ്പോൾ അത്രയും മോഡൽ എക്സാംസ് എഴുതിയ ഒരു എക്സ്പീരിയൻസോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെയിൻ എക്സാമിന് വരുന്നത്. അപ്പോൾ അത്രയും മോഡൽ എക്സാം എഴുതിയ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഗുണം ചെയ്തില്ലേ? ബ്രില്യൻറ്റിൻ്റെ ഫൈനൽ എക്സാമിന് 4-5 മാസം മുന്നേ തന്നെ ബ്രില്യൻറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തിയിരുന്നു. ശരിക്കത്തെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് അത് വളരെ സഹായിച്ചു. അതായത് ഒരു എക്സാം ഫിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാം ഫിയറോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ എക്സാം പോയി എഴുതാൻ നമ്മുടെ ബ്രില്യൻറ്റിലെ ആ ഒരു ആംബിയൻസ് സിസ്റ്റമൊക്കെ വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? ഈ റിസൾട്ട് അറിഞ്ഞപ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? ലൈക്ക് പേരൻസിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സും പാരൻസും ഒക്കെ വളരെ ഹാപ്പി ആയിരുന്നു. കുറേ പേര് വിളിച്ച് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു. വളരെ ഹാപ്പിയാണ്. എല്ലാവരും വളരെ തന്നെ ഹാപ്പി മോഡിൽ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ജെഇ മെയിൻസ് കഴിഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ ജെഇ അഡ്വാൻസ് ഇനി വരികയാണ് അല്ലേ? അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിൽ തന്നെയാണോ ഇപ്പോഴും? ബ്രില്യൻറ്റ് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളപ്പോൾ കഴിഞ്ഞിട്ടില്ല, റിസൾട്ട് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആഹ്ലാദിക്കാൻ സമയമില്ല. അടുത്തതിനുള്ള നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ബ്രില്യൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ഇല്ലേ? ആ ഒരു ബേസിസിലാണ് നമ്മൾ എക്സാംസിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ നമ്മളെ ഗുണം ചെയ്തു? ബ്രില്യൻറ്റ് ക്ലാസ് എടുക്കുന്നതിൽ കൂടെ തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി മെറ്റീരിയലും കൂടെ ചെയ്യാൻ പറ്റും. അപ്പം അത് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ അവസാനം റിവിഷൻ്റെ സമയത്തും ബ്രില്യൻറ്റ് വേറെ റിവിഷൻ മെറ്റീരിയൽ തരുമായിരുന്നു. അതും ചെയ്യാൻ നല്ല. ഓക്കെ. ഇപ്പോൾ ഇത്രയും വലിയൊരു ഹൈ സ്കോർ നേടിയ ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? ലൈക്ക് ഈ ഒരു +2ൻ്റെ ആ ഒരു എക്സാം ഒരു വശത്ത്, നമ്മുടെ മെയിൻ എക്സാം ഒരു വശത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് രണ്ടും കൂടെ മാനേജ്? കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രഷറാണ്. രണ്ട് ഭാഗത്തിലും ലൈക്ക് 2 എക്സാമിലും നല്ല മാർക്ക് നേടാനുള്ള പ്രഷർ നമുക്കുണ്ട്. ആ ഒരു പ്രഷർ അക്ഷയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എങ്ങനെയാണ് താങ്കൾ അതിനെ ഒന്ന് മറികടന്നത്? സ്കൂളിന് അത്ര വലിയ പ്രഷർ ഇല്ലായിരുന്നു. കാരണം സ്കൂളിൽ പഠിക്കാനുള്ളതും ബ്രില്യൻറ്റ് പഠിക്കാനുള്ളതും സയൻസും മാത്സും ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. അതിനുവേണ്ടി ബ്രില്യൻറ്റ് നല്ല ഡീപ്പായി തന്നെ പഠിപ്പിക്കും. തിയറിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ബ്രില്യൻറ്റ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അത് ആക്ച്വലി +2നുള്ള ഒരു എക്സ്ട്രാ കോച്ചിങ്ങും കൂടെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ +2നായിട്ട് നമുക്ക് കൂടുതൽ സയൻസ് മാത്സ് വിഷയങ്ങളിലേക്ക് അങ്ങനെ എന്താ പറയുക ഒരു സ്പെഷ്യൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അത് ഓൾറെഡി ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ പക്ഷേ നമ്മുടെ മോഡൽ എക്സാംസ് എഴുതിയപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടിയ സ്കോർ എത്രയാണ്? 160 ആയിരുന്നു. ഏറ്റവും ഹയസ്റ്റ് 300 തന്നെ കിട്ടി. നമ്മുടെ ഇപ്പോൾ ജെയ്ക്ക് ഇപ്പോൾ ഈ റാങ്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സ്കോർ എത്രയാണ്? 266. ഓക്കെ. അപ്പോൾ എനിക്കറിയേണ്ടത്, ഇപ്പോൾ തുടക്കത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ 160 കിട്ടിയെന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് വന്നപ്പോൾ മെയിൻ എക്സാമിലായിക്കോട്ടെ 260 അടുത്ത് കിട്ടി. അതുപോലെ നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ 300 കിട്ടി. അപ്പോൾ എനിക്കറിയേണ്ടത് ഈ 160ൽ നിന്ന് 300ലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെ, ആ ഒരു ജേർണിയിലേക്ക് എന്തെല്ലാമാണ് നമ്മൾ ചെയ്തത്? അത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി എന്തെല്ലാമാണ് അക്ഷയ് ചെയ്തത്? കൺസിസ്റ്റൻ്റായി പഠിക്കുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ റിസൾട്ട് അനാലിസിസിൻ്റെ വീഡിയോസ് ഉണ്ടാകും. അത് കറക്റ്റ് 3 സബ്ജക്റ്റിനും തെറ്റിയതൊക്കെ നോക്കുമായിരുന്നു. പിന്നെ തെറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ പിന്നെയും വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ റിസൾട്ട് അനാലിസിസ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സെഷനാണല്ലേ? അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇനിയും ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ജെഇ മെയിൻ എക്സാംസ് എഴുതാൻ പോവുകയാണ്. അവരോട് എന്ത് ടിപ്പാണ് ഒരു ടോപ്പർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ജെഇ എക്സാം കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ അക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? എക്സാമിൻ്റെ മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ മോക്ക് ടെസ്റ്റായി എഴുതുമായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളാണ്.
പക്ഷേ അപ്പോൾ ജെയ് മെയിൻസ് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് അധ്യായം നമ്മൾ കഴിഞ്ഞ് ഇനി അടുത്ത ഇതിലും കഠിനമായിട്ടുള്ളൊരു പരീക്ഷയാണ് ജെയ് അഡ്വാൻസ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അക്ഷയ് അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ എന്താണ് വ്യത്യാസമായിട്ട് തോന്നുന്നത്, ലൈക്ക് ജെയ് മെയിനും ജെയ് അഡ്വാൻസ്ഡും തമ്മിൽ താങ്കൾക്ക് തോന്നുന്ന വ്യത്യാസം? ജെയ് അഡ്വാൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡീപ്പായിരിക്കും. കോൺസെപ്റ്റൊക്കെ നല്ലോണം അറിയെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അക്ഷയുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് നിന്ന് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് തന്നതിന് വളരെയധികം താങ്ക്സ്. ആൻഡ് ഓൾസോ കൺഗ്രാജുലേഷൻസ് ഫോർ ദ വിൻ. ആൻഡ് ജെയ് അഡ്വാൻസ്ഡിന് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെയ് അഡ്വാൻസ്ഡിനും ഇതുപോലെ തന്നെ റാങ്കുകൾ താങ്കളെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഹലോ, എൻ്റെ പേര് അക്ഷയ് ബിജു. ഞാൻ കെ സ്കൂൾ മാന്നാനത്ത് +2 പഠിക്കുകയാണ്. ഞാൻ ബ്രില്യൻറ്റിലെ റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റുഡൻറ്റും കൂടിയാണ്. ജെയ് മെയിൻ 2025 ഓൾ ഇന്ത്യ റാങ്ക് 98ഉം കേരള റാങ്ക് 1ും കിട്ടാൻ എനിക്ക് സാധിച്ചു. അതിന് ഞാൻ കുറേ പേരോട് നന്ദി പറയുന്നു. ഏറ്റവും ആദ്യം തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഇതിനെന്നെ സഹായിച്ച പാരൻസ്, കെ സ്കൂളിലെ എല്ലാവരും, ബ്രില്യൻറ്റ് ഫാമിലിക്കും ഞാൻ നന്ദി പറയുന്നു. +1 തുടങ്ങിയപ്പോൾ തന്നെ ബ്രില്യൻറ്റ് എല്ലാ ആഴ്ചയും ഒരു വീക്ക്ലി ടെസ്റ്റ് നടത്തുമായിരുന്നു. ആ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻസിനത് അന്നപ്പം അത് ഒന്നും ബാക്ക്ലോഗ് ആകാണ്ട് എല്ലാം കവർ ചെയ്ത് തന്നെ പോകും. പിന്നെ കുറച്ച് ആഴ്ചകൾ കൂടുമ്പോൾ മോഡൽ എക്സാം നടത്താറുണ്ടായിരുന്നു. കുറേ ചാപ്റ്റർ ഒരുമിച്ചിട്ടുള്ള, അതും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഏറ്റവും അവസാനത്തേക്ക് ചാപ്റ്റേഴ്സ് ഫുൾ സിലബസ് ആയിട്ടും കുറേ എക്സാം നടത്തുമായിരുന്നു. ബ്രില്യൻറ്റ് അവസാനത്തെ 3-4 മാസം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തിയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ശരിക്കത്തെ എക്സാമിൻ്റെ മോഡലും. അതുകൊണ്ട് അത് എക്സാം ഫിയറൊക്കെ ഒഴിവാക്കാൻ സഹായിച്ചു. എന്നോടൊപ്പം ജെയ് അഡ്വാൻസ് എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ആശംസ. Brilliant Study Center, India's #1 coaching center for NEET and JEE.